ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന അടുത്ത മാസം തൊട്ട് നമ്മൾ മെയ് മാസം തൊട്ട് നമുക്ക് എല്ലാ എക്സാമുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 10th മെയിൻസ്, സെക്രട്ടേറിയറ്റ് OA, അതുപോലെ CPO, പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, അങ്ങനെ കുറേ എക്സാമുകൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് തന്നെ നമുക്ക് ഏകദേശം ചോദിച്ച് കാണുന്നത് PSCയുടെ പ്രസിദ്ധീകരണമായിട്ടുള്ള നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2025 ജനുവരി മാസം മുതൽ കഴിഞ്ഞ മാസം വരെ, അതായത് നമ്മുടെ ഈ മാർച്ച് മാസം വരെ വന്ന കറണ്ട് അഫയേഴ്സ്, അതല്ലെങ്കിൽ ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് തുടക്കം തന്നെ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024. ഇത് മുഖ്യമൊന്നും പഠിക്കേണ്ട. നമുക്ക് ഏറ്റവും ഇതിൽ നമ്മൾ മുഴുവൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും മികച്ച ചിത്രം നമുക്ക് പഠിച്ചേക്കാം. ഏതാ? ദ ബ്രൂട്ടലിസ്റ്റ് അല്ലേ. ഏറ്റവും മികച്ച ചിത്രം ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാ? ദ ബ്രൂട്ടലിസ്റ്റ്. ദ ബ്രൂട്ടലിസ്റ്റ്. ഇനി മികച്ച സംവിധായകൻ പഠിച്ചേക്കാം നമുക്ക്. ആരാ? ബ്രാഡി കോർബറ്റ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള ബ്രാഡി കോർബറ്റ് ആണ് 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച സംവിധായകനായിട്ട് മാറിയത്. അപ്പം ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. അതിന്റെ സംവിധായകൻ തന്നെയാണ് മികച്ച സംവിധായകനുള്ള അവാർഡും ലഭിച്ചത്. ആരാ? ബ്രാഡി കോർബറ്റ് അല്ലെ. ബ്രാഡി കോർബറ്റ്. ഇനി മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? എഡ്രിയൻ ബ്രൂഡി. ഏതാ സിനിമ? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമ തന്നെയാണ്. മികച്ച നടൻ ചോദിച്ചാൽ ആരാ? എഡ്രിയൻ ബ്രൂഡി ആണ്. ഇനി മികച്ച നടിയാണെങ്കിൽ ആരാ? ഫെർണാണ്ട ടോറസ് അല്ലെ. ഫെർണാണ്ട ടോറസ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇതിനകത്ത് 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. അതിന്റെ സംവിധായകനായിട്ടുള്ള ബ്രാഡി കോർബറ്റ് ആണ് മികച്ച സംവിധായകനായത്. അതിന്റെ നടനായിട്ടുള്ള എഡ്രിയൻ ബ്രൂഡി തന്നെയാണ് മികച്ച നടനായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഫെർണാണ്ടോ ടോറസ് ആണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. സിനിമ ഏതാ? ഐ ആം സ്റ്റിൽ ഹിയർ. അതിലെ അഭിനയത്തിനാണ് ഫെർണാണ്ടോ ടോറസ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി 2023 JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം. JC ഡാനിയൽ ഫൗണ്ടേഷൻ, ഇത് ഫൗണ്ടേഷൻ ആണ്, അല്ലാതെ നമ്മുടെ കേരള സിനിമക്ക് നൽകുന്ന, മലയാള സിനിമക്ക് നൽകുന്ന സമഗ്ര സംഭാവനക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ശരിക്കും ഇത് JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത്. അത് ഒരാൾക്കേ കിട്ടാറുള്ളൂ. അത് ആർക്കാ ഏറ്റവും അവസാനമായിട്ട് കിട്ടിയത്? ഷാജിയൻ കരുൺ കേട്ടോ. 2024 അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ഷാജിയൻ കരുണിനാണ്. ഇവിടെ പറയുന്നത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഫൗണ്ടേഷൻ ആണ് ഇവിടെ പറയുന്നത്. JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 2018 ആണ്. JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം 2023, വർഷം കൂടി നോക്കണം, 2023 ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അതിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാ? 2018 ആണ്. ഇനി മികച്ച സംവിധായകൻ ചോദിച്ചാൽ ആരാ? അഖിൽ സത്യനാണ്. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായികയാണെങ്കിൽ ആരാ? ബി അരുന്ധതിയാണ്. ഓർക്കേണ്ടത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം വേറെയാണ്, JC ഡാനിയൽ അവാർഡും വേറെയാണ്. JC ഡാനിയൽ അവാർഡ് നമ്മൾ പറഞ്ഞു എന്തിനു കൊടുക്കുന്നതാ? മലയാള സിനിമക്കുള്ള സമഗ്ര സംഭാവനക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് ഇത് JC ഡാനിയൽ അവാർഡ്. അത് ഏറ്റവും അവസാനമായിട്ട് 2024 ലഭിച്ചതാർക്ക? ഷാജി എൻ കരുണിനാണ്. നമ്മൾ ഇവിടെ പറയുന്ന ഏതാ? JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരമാണ് 2023. ഇതിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാ? 2018 എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തതാരാ? അഖിൽ സത്യനാണ്. മികച്ച നടനാണെങ്കിലോ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന പ്രകാശ്. മികച്ച ഗായികയാരാ? ബി അരുന്ധതിയാണ്. ഇനി 2024 ഐവറി പുരസ്കാരം നേടിയ ഗായിക ചോദിച്ചാൽ ആരാ? KS ചിത്രയാണ്. 2024 ഐവറി പുരസ്കാരം നേടിയ ഗായികയാണ് ആര്? KS ചിത്ര. ഇനി 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന് 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാ ലഭിച്ചത്? ജഗതി ശ്രീകുമാറിനാണ്. ഇനി വിലാസിനി എന്ന നോവൽ പുരസ്കാരം നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്, ഇതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചു, ബുള്ളറ്റിൽ വന്നതല്ലേ. വിലാസിനി നോവൽ പുരസ്കാരം നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന് ലഭിച്ചു.
ഇനി പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള കെ ജയകുമാറിന് ഇത് കിട്ടിയ വ്യക്തിക്ക് എന്തുണ്ട്, പിന്നെ പ്രത്യേകതയുണ്ട്. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിയാണ് ആര്, കെ ജയകുമാർ. അദ്ദേഹത്തിനാണ് പാച്ചല്ലൂർ സുകുമാർ സ്മാരക പുരസ്കാരം കിട്ടിയത്. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ലാ ജേതാക്കളായി ഇനി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകും. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ചോദിച്ചാൽ ആരാ, പ്രബോവോ സുബിയാന്തോയാണ്. എവിടുത്തെ പ്രസിഡന്റ്, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. ഇനി കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ അതായത് CRPFന്റെ മേധാവിയായിട്ട് വിതുൽ കുമാറിനെ നിയമിച്ചു. CRPFന്റെ മേധാവി ചോദിച്ചാൽ ആരാ, വിതുൽ കുമാർ CRPFന്റെ മേധാവി വിതുൽ കുമാർ. ഇനി തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിച്ചു. അന്നാവശ്യമില്ല. ഇനി 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 ദൃശ്യമായി. ഇനി ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്താനുള്ള സാങ്കേതിക വിദ്യയായിട്ടുള്ള റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരമായിട്ട് നടന്നു. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ഇത് റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി എന്ന് പറയുന്നത്. എന്താ, റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി എന്നാണ് പറയുന്നത്. അഥവാ നടക്കും യന്ത്രക്കാർ. ഇതിന്റെ പരീക്ഷണ വിജയം വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗുപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ചിലപ്പോൾ ചോദിക്കാം, തന്നിരിക്കുന്നതിൽ മാർട്ടിൻ ഗുപ്റ്റിൽ എന്ന ക്രിക്കറ്റ് താരത്തിന്റെ മാതൃരാജ്യം ഏതാന്ന് ചോദിക്കാം. ഏതാ, ന്യൂസിലാൻഡ് ആണ്. ഇനി ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസ് ആണ് പുതിയ ലോക മുത്തശ്ശി. അതായത് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ലേഡി ചോദിച്ചാൽ ഇനാര, കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസ് ആണ്. ഇനി ഡോക്ടർ വി നാരായൺ ISROയുടെ ചെയർമാനായിട്ട് നിയമിതനായി. നിലവിലെ ISROയുടെ ചെയർമാൻ ചോദിച്ചാൽ ആരാ, വി നാരായണൻ അല്ലെ, ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാ, ഡോക്ടർ വി നാരായണനാണ്. ഇനി പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P ജയചന്ദ്രൻ അന്തരിച്ചു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ജയചന്ദ്രൻ അന്തരിച്ചു. US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം. US-ന്റെ 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്, ജിമ്മി കാർട്ടർ. എന്താ പ്രത്യേകത, 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ. ഇനി ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. അന്തരിച്ചു. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ആര്, രാജഗോപാല ചിദംബരം. അദ്ദേഹം അന്തരിച്ചു. ഇനി ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. നമ്മൾ പഠിക്കുന്നത് അല്ലെ, KS മണിലാലിനെ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഓർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. അത് വേണ്ട. ഷൂട്ടിംഗ് താരം മനു ബാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള KL രത്ന പുരസ്കാരം ലഭിച്ചു. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശിന് അർജുന അവാർഡും മലയാളി ബാഡ്മിന്റൺ കോച്ച് S മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി. മസ്റ്റാണ്, ചോദിക്കും. ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചെല്ലാം. ഷൂട്ടിംഗ് താരം മനു ബാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D ഗുഗേഷ്. ഷൂട്ടിംഗ് താരം മനു ബാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള KL രത്ന പുരസ്കാരം ലഭിച്ചു.
മലയാളി നീന്തൽ താരം സാജൻ പ്രകാശിന് ഏതാ കിട്ടിയത്? അർജുൻ അവാർഡ് ലഭിച്ചു. പിന്നെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയാണ് ആര്? എസ് മുരളീധരൻ അല്ലെ? ആരാ? എസ് മുരളീധരനുമാണ്. ഇനി ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. ഇനി വനിതകളുടെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തില് 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് എ ക്രിക്കറ്റില് മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. വനിതകളുടെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ എത്ര റൺസാ? 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണർ ആയിട്ടുള്ള ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. ഇനി വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലാൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. 2017 അയർലാൻഡിനെതിരെ 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. അപ്പോൾ വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലാൻഡിനെതിരെ 50 ഓവറിൽ എത്ര റൺസ് എടുത്തു? 370 റൺസ് പടുത്തുയർത്തി ഇന്ത്യ റെക്കോർഡ് കരസ്ഥമാക്കി. 2017 അയർലാൻഡിനെതിരെ 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ എന്ന് പറയുന്നത്. ഇനി ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചതാരാ? ബംഗാളാണ്. നിലവിലെ ചാമ്പ്യൻ ചോദിച്ചാലും ആരാ? ബംഗാളാണ്. അപ്പോൾ സന്തോഷ് ട്രോഫി അവസാനമായിട്ട് നേടിയതാരാ? ബംഗാളാണ്. ആരെയാ തോൽപ്പിച്ചത്? കേരളത്തെ തോൽപ്പിച്ചിട്ടാണ് ബംഗാൾ എന്ത് ചെയ്തത്? സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ഇനി അയർലാൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറായി മാറി. അപ്പോൾ അയർലാൻഡ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു 311 എത്ര റൺസായിരുന്നു നമ്മൾ പറഞ്ഞത്? 371 റൺസ് നേടി റെക്കോർഡ് ഇട്ടു എന്ന് പറയുന്നത് അല്ലേ? അതിനേക്കാൾ കൂടുതൽ റൺസ് നമ്മുടെ അവസാനത്തെ മത്സരത്തിൽ ഇന്ത്യ നേടി. എത്രയാ? 435 റൺസ് നേടി. ഇതെന്താ? ഇന്ത്യൻ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇത്. ഇന്ത്യയുടെ 435 റൺസ് എന്ന് പറയുന്നത്. ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസ് വിജയം വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ്. ഇതേ പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ നേടിയ 371 റൺസ് ആയിരുന്നു ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത്. ഇനി പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിന്റെ പുതിയ നാണയം പുറത്തിറക്കിയ രാജ്യം ചോദിക്കാം ഏതാ? ബ്രിട്ടനാണ്. ഇനി പട്ടാള നിയമം പ്രഖ്യാപിച്ചത് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സ്ക്യോൾ അറസ്റ്റിലായി. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. ജസ്റ്റ് നോർത്ത് വെച്ചോ, യുൻ സ്ക്യോൾ എന്നാണ്. ഇനി INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാങ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. INS സൂറത്തും INS നീലഗിരിയും ആരാ കമ്മീഷൻ ചെയ്തത്? നരേന്ദ്രമോദിയാണ്. ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന് ലഭിച്ചു. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് ഏതാ? കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാ? ഹോപ്പ് പുറത്തിറങ്ങി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായിട്ടുള്ള ഹോപ്പ് പുറത്തിറങ്ങി. ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ നാഗ്മാർക്ക് 2ന്റെ പരീക്ഷണം വിജയം. ചോദിക്കാം, ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡ് മിസൈൽ ഏതാണെന്ന് ചോദിക്കാം. ഏതാ? നാഗ്മാർക്ക് 2 അല്ലെങ്കിൽ 2 എന്നാണ്. നാഗ്മാർക്ക് 2 ആണ്. ഇനി നവാഫ് സലാമിനെ ലബനന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് പ്രസിഡന്റ് ജോസഫ് ഔൻ നാമനിർദ്ദേശം ചെയ്തു. അപ്പോൾ ലബനാന്റെ പുതിയ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാ? നവാഫ് സലാമാണ്. ഇനി പത്മ പുരസ്കാരങ്ങൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ, ദുവ്വൂർ നാഗേശ്വര റെഡ്ഡി, ജസ്റ്റിസ് റിട്ടയർഡ് ജഗദീഷ് സിംഗ് കഹർ, പിന്നെ കുമുദിനി രജനീകാന്ത് ലക്കിയ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ, L സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മ വിഭൂഷൺ ബഹുമതിയും ലഭിച്ചു. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായിട്ടുള്ള PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ് നടൻ അജിത്ത്,
ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവർ ഉൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട്. ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെ 113 പേർക്ക് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർക്ക് ഏത് ലഭിച്ചിട്ടുണ്ട്? പത്മവിഭൂഷൺ ലഭിച്ചു എന്ന കാര്യം ഓർത്തു വെക്കുക. പത്മവിഭൂഷൺ ലഭിച്ചവരെ അതിൽ വേറെ ആരോ ഓർക്കേണ്ടതുണ്ട് നമ്മൾ? ജഗദീഷ് സിംഗ് കഹാർ, നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജഗദീഷ് സിംഗ് കഹാറിനെ ഓർത്തു വെക്കണം. അതുപോലെ ഒസാമു സുസൂക്കി ഓർത്തു വെച്ചോ. അവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പിന്നെ PR ശ്രീജേഷിന് ഏതാ കിട്ടിയത്? പത്മഭൂഷൺ. അതൊന്ന് ഓർത്തു വെക്കണം. പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ നടി ശോഭനക്കും അതുപോലെ ഹൃദ്രോഗ വിദഗ്ധനായിട്ടുള്ള ജോസ് ചാക്കോ പെരിയപുരം, ഈ 3 പേരെങ്കിലും ഓർത്തു വെക്കണേ. അവർക്ക് 3 പേർക്ക് ഏതാ കിട്ടിയത്? പത്മഭൂഷൺ. അവർ 3 പേരുൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. പിന്നെ നമ്മൾ കേരളത്തിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന IM വിജയൻ ഉൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ അവാർഡും ലഭിച്ചു. ഇനി പ്രേം നസീർ പുരസ്കാരം നടി ഷീലക്ക്. പ്രേം നസീർ പുരസ്കാരം ആർക്കാ? ഷീലയ്ക്ക് ലഭിച്ചു. 2024 മികച്ച 2020 താരമായിട്ട് ഇന്ത്യയുടെ അർഷദീപ് സിംഗിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. 2024 മികച്ച 2020 താരമായിക്കൊണ്ട് ആരെയാണ് തെരഞ്ഞെടുത്തത്? ഇന്ത്യയുടെ അർഷദീപ് സിംഗിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ഡേവിഡ് ലിൻസ് അന്തരിച്ചു. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായിട്ടുള്ള വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പരീക്ഷണം ISRO വിജയകരമായിട്ട് പരീക്ഷണം നടത്തി. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഇത് വികാസ് ലിക്വിഡ്. ഏതാ? വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പരീക്ഷണം ISRO വിജയകരമായിട്ട് നടത്തി. ഇനി S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായിട്ടുള്ള പ്രൊഫസർ SK വസന്തന്. S ഗുപ്തൻ ഫൗണ്ടേഷൻ അവാർഡ് ആർക്കാ? SK വസന്തനാണ്. ഇനി R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായിട്ടുള്ള AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനി ആയിട്ടുള്ള ഡീപ്പ് സീക്ക് കേട്ടോ. ഡീപ്പ് സീക്ക്. അപ്പോൾ ഡീപ്പ് സീക്കിന്റെ AI ചോദിച്ചാൽ ഏതാ? R1 കേട്ടോ. R1. ഇനി പ്രമുഖ സിനിമാ സംവിധായകൻ ഷാഫി അന്തരിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായിട്ട് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായിട്ട് സ്മൃതി മന്ദാനയും തെരഞ്ഞെടുക്കപ്പെട്ടു. ICCയുടെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 മികച്ച ടെസ്റ്റ് താരം ചോദിച്ചാൽ ആരാ? മികച്ച ടെസ്റ്റ് താരം ചോദിച്ചാൽ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ്. അതുപോലെ 2024 വനിതാ ഏകദിനത്തിലെ മികച്ച താരമായിട്ട് ആരാ? സ്മൃതി മന്ദാനയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി D ഗുകേഷ് കേട്ടോ. ഇന്ത്യക്കാരിൽ ഒന്നാമനാണ് ആര്? D ഗുകേഷ്. ഇനി കൊലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബോളറായിട്ട് മാറി ആര്? വൈഷ്ണവി ശർമ്മ. ഇനി ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡിട്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം ഇതിനായിട്ട് 14,505 പന്തുകൾ ഉപയോഗിച്ചു. എന്താ പറഞ്ഞേ? ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ചുകൊണ്ട് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം അല്ലെ. വാങ്കഡെ സ്റ്റേഡിയം എവിടെയാ? മുംബൈയിലാ അല്ലെ. എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡിട്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം ഇതിനായിട്ട് എത്ര പന്ത് ഉപയോഗിച്ചു? 14,505 പന്തുകൾ ഉപയോഗിച്ചു. ഇനി പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളിയായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സ്ഥാനമേറ്റു. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്നു. ലോക സാമ്പത്തിക ഉച്ചകോടി എല്ലാ വർഷവും എവിടെ തന്നെയാണ് നടക്കാറ്? ദാവോസിൽ തന്നെയാണ് നടക്കാറ്. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കെയ്സിന്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടമാർക്ക് അമേരിക്കയുടെ മാഡിസൺ കെയ്സിന്. ഫൈനലിൽ ബലാറസിന്റെ ആര്യാന സബലങ്കയാണ് പരാജയപ്പെടുത്തിയത്. ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് മാറി നമ്മുടെ ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയ രാജ്യങ്ങൾ. അപ്പോൾ ബഹിരാകാശത്ത് വെച്ചിട്ട്, അതായത് 2 പേടകങ്ങളെ നമ്മൾ വ്യത്യസ്ത സമയങ്ങളിൽ വിക്ഷേപിച്ചിട്ട് അത് രണ്ടും കൂടി ബഹിരാകാശത്ത് വെച്ചിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന പദ്ധതിയാണ് ഏത്? സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്.
ആ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറി. ഇതിനു മുമ്പ് ആരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? US, റഷ്യ, ചൈന എന്നിവ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇനി ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25-ാം തീയതി രാത്രി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. ചിലപ്പോൾ ഡേറ്റ് ചോദിച്ചേക്കാം. ഏതാ? ജനുവരി 25 കേട്ടോ. ജനുവരി 25-നാണ്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് കോഴിക്കോട് വിജിലൻസ് ട്രിബ്യൂണലായിരുന്ന വി ഗീതയെ നിയമിച്ചു. രാജ്യത്താദ്യത്തെ കൊറോണറി ആൾട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയം മാറ്റിവെക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തെറാസിക് കാർഡിയാക് സർജൻ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് ഉത്തരാഖണ്ഡ് മാറി. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തി. ഓർക്കണേ, ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 പുരുഷ വിഭാഗം ആരാ വിജയം? യാനിക് സിന്നർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായിട്ട് 100ാം വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. ഇനി 38ാം ദേശീയ ഗെയിംസ് എവിടെ വെച്ചായിരുന്നു? ഉത്തരാഖണ്ഡിലായിരുന്നു. ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി തെലങ്കാനക്കാരിയായിട്ടുള്ള ജി ത്രിഷ. ഇനി ആമസോൺ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബെസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ കൂറ്റൻ റോക്കറ്റ് ന്യൂ ഗ്ലെന്നിന്റെ ആദ്യ പരീക്ഷണം വിക്ഷേപണം വിജയകരമായി. അപ്പോൾ ചോദിക്കാം, ന്യൂ ഗ്ലെന്നി ഏത് കമ്പനിയുടെ റോക്കറ്റാന്ന് ചോദിക്കാം. നമ്മളെല്ലാവരും സ്പേസ് എക്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആരാ? പക്ഷേ ജെഫ് ബെസോസിന്റെ കേട്ടോ. ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ എന്ന കമ്പനിയുടേതാണ് ഇത് ന്യൂ ഗ്ലെൻ എന്ന് പറയുന്നത്. ന്യൂ ഗ്ലെൻ എന്ന റോക്കറ്റ് ആരാ? പിന്നെ ബ്ലൂ ഒറിജിൻ കമ്പനിയുടേതാണ്. ബ്ലൂ ഒറിജിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ ആരാ? ജെഫ് ബെസോസ്. ആമസോണിന്റെ സ്ഥാപകൻ കൂടിയാണ് ജെഫ് ബെസോസ്. അവരുടെ കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്നത്. അവരുടെ റോക്കറ്റാണ് ഏത്? ന്യൂ ഗ്ലെൻ. ഇനി ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായിട്ടുള്ള സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിറ്റ്സന്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത തിരുത്തിയത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ഇനി ആരാ? ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസ് ആണ്. എത്ര മണിക്കൂർ? 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ബഹിരാകാശത്ത് നടന്നത്. ഇനി മുൻ ലോക 1ാം നമ്പർ വനിതാ ടെന്നീസ് താരം റുമാനിയയുടെ സിമോണ ഹാലപ്പ് ടെന്നീസിൽ നിന്ന് വിരമിച്ചു. തന്നിരിക്കുന്നതിൽ സിമോണ ഹാലപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഏതാ? ടെന്നീസ് താരമാണ് ആര്? സിമോണ ഹാലപ്പ്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും, അതായത് ടെസ്റ്റ്, ഏകദിനം, 2020യും ഇത് 3ലും അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് മാറിയതാരാ? ഹർഷിത് റാണയാട്ടോ. ആരാ? ഹർഷിത് റാണയാണ്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും അരങ്ങേറ്റത്തിൽ തന്നെ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് മാറിയതാരാ? ഹർഷിത് റാണയാണ്. ബ്രസീൽ ഫുട്ബോൾ താരം മാർസലോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇതൊരു മസ്റ്റ് സാധനമായിരിക്കും, ചോദിക്കാം. മാർസലോ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചോദിക്കാം. ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണെന്ന് ചോദിക്കാം. ഏതാ? ബ്രസീലാണ് രാജ്യം. ഐറ്റം ഫുട്ബോളാണ്. അപ്പം ബ്രസീൽ ഫുട്ബോൾ താരം മാർസലോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇനി GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ISRO നടത്തിയത്. ഗതി നിർണയത്തിനുള്ള NVS Note 2 ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. അപ്പോൾ ISROയുടെ 100ാമത്തെ ദൗത്യം ഏതാ? GSLV F-15 എന്ന റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ഏതായിരുന്നു? NVS Note 2 കേട്ടോ. 100ാമത്തെ ദൗത്യം ചോദിച്ചാൽ ഏതാ? NVS Note 2 ആണ്. ഏതിലാ വിക്ഷേപിച്ചത്? GSLV F-15 എന്ന റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ഇനി സുഗതകുമാരിയുടെ നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന്. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന്. ശൂരനാട് കുഞ്ഞമ്പിള്ള പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണന് ലഭിച്ചു. ആവശ്യമില്ല. ഇനി 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ
ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പോപ്പ് താരമായ ബിയോൺസെ. ഇത് ഓർത്തു വെച്ചോ. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന ലോക റെക്കോർഡ് തന്നെ സ്വന്തമാക്കിയ വ്യക്തിയാണ് ആര്? പോപ്പ് താരമായിട്ടുള്ള ബിയോൺസെ. ഇനി മൈക്കിൾ മാർട്ടിൻ അയർലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. മൈക്കിൾ മാർട്ടിൻ എവിടുത്തെ പ്രധാനമന്ത്രിയാ? അയർലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കിൾ മാർട്ടിൻ. ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ദിമുത് കരുണരത്ന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബഹ്റൈൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായിയായിട്ടുള്ള രവി പിള്ളക്ക് ലഭിച്ചു. ബഹ്റൈൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി കൂടിയായിട്ടുള്ള രവി പിള്ളക്ക് ലഭിച്ചു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല എവിടെയാണ് നിലവിൽ വരുന്നത്? ഗുജറാത്തിലാട്ടോ. എവിടെയാ? ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ നിലവിൽ വരുന്നു. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കിയിട്ട് മാറ്റാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര്. ഇത് ഓർത്തു വെച്ചോട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല എവിടെയാണ് നിലവിൽ വരുന്നത്? ഗുജറാത്തിലാണ്. വേറെന്താ പറയുക? ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് അതായത് ആനന്ദിൽ സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിന് ദേശീയ സർവകലാശാലയാക്കിയിട്ട് മാറ്റാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇനി മുതൽ അത് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ത്രിഭുവൻ സഹകാരി സർവകലാശാലയാണ് കേട്ടോ. ത്രിഭുവൻ സഹകാരി സർവകലാശാല. ഇനി എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം ഏതാ? നേപ്പാൾ അല്ലെ? നേപ്പാളാണ്. എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്തുകൊണ്ട് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടി നേപ്പാൾ. ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ചിലപ്പോൾ ഈ അടുത്ത് മലേറിയ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാന്ന് ചോദിക്കാം. ജോർജിയ കേട്ടോ. ഏതാ? ജോർജിയാണ്. ഇനി ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് എവിടെയാ? ജമ്മു കാശ്മീരിലാണ്. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച എവിടെയാ? ജമ്മു കാശ്മീറാണ്. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരുടെ പഠനത്തിലെ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകാനായിട്ട് ശ്രീനാരായണ ഗുരു സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത്. ഏതാ? ഒപ്പം. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായിട്ടുള്ള ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകാനായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിക്കാം. ഏതാ? ഒപ്പമാണ്. കേരളത്തിൽ ഓട്ടോമേറ്റീവ് ടെക്നോളജി സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടന്നു. പ്രമുഖ വ്യവസായിയായ ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയായ രവിയുഗം പ്രസിദ്ധീകരണത്തിന് തയ്യാറാകുന്നു. അപ്പോൾ രവി പിള്ളയുടെ ആത്മകഥയുടെ പേരാണെന്ത്? രവിയുഗം കേട്ടോ. രവിയുഗം. ഇനി രാമപൂർത്തി പുരസ്കാരം കെ മുരളീധരൻ ആവശ്യമില്ല. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2019-25 കാലയളവിലായിട്ട് 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായിട്ട് 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. ഓർത്തു നോക്കുക. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ? നിർമ്മല സീതാരാമനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാ? അത് CD ദേശ്മുഖ് തന്നെയാണ് കേട്ടോ. മൊറാർജി ദേശായി കേട്ടോ. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ? അത് നിർമ്മല സീതാരാമൻ. ഇനി ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായിട്ട് വയനാട്ടിൽ നിന്നുള്ള ജോഷിത. മസ്റ്റ് സാധനം. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ ആരാ? ജോഷിതയാണ്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക് ലഭിച്ചു. മികച്ച വനിതാ താരമായിട്ട് ന്യൂസിലാൻഡിന്റെ അമേലിയ കെറും തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ തൊട്ടു മുന്നേ എന്തായിരുന്നു പഠിച്ചത്? 2024 മികച്ച ടെസ്റ്റ് താരമായിട്ടും ആരെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു? ജസ്പ്രീത് ബുംറയെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് എല്ലാ ഫോർമാറ്റിലും 2024 ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? അത് ജസ്പ്രീത് ബുംറയാണ്. മികച്ച വനിതാ താരമാണെങ്കിൽ ആരാ? അത് ന്യൂസിലാൻഡിന്റെ അമേലിയ കെറുമാണ്.
ഇനി ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിന്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ആർക്കാ ലഭിച്ചത്? സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭിച്ചു. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിന്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ആർക്കാ? സച്ചിൻ ടെണ്ടുൽക്കർക്ക് ലഭിച്ചു. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ, അതായത് 135 റൺസ് നേടി റെക്കോർഡിട്ട് അഭിഷേക് ശർമ്മ. ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡും സ്വന്തമാക്കിയ താരമാണ് ആര്? അഭിഷേക് ശർമ്മ. ടാറ്റ സ്റ്റീൽ ചെസ് ആർക്കാ? പ്രജ്ഞാനന്ദക്ക് ലഭിച്ചു. ടാറ്റ സ്റ്റീൽ ചെസ് ആർക്കാ? പ്രജ്ഞാനന്ദക്ക്. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് അവാർഡ് ആർക്കാ ലഭിച്ചത്? ചെറുവയൽ രാമനാണ്. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചു. ഇനി യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും താൽപരരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപ് അർഹയായി. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിനുമായി താൽപരരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തുന്ന 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായ കോഴിക്കോട് സ്വദേശിയാണ് ചൈത്ര അനൂപ്. ചൈത്ര അനൂപ്. ഈ പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായിട്ടുള്ള സ്വറെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. അപ്പൊ സ്വറെയിൽ ആരുമായിട്ട് ബന്ധപ്പെട്ട? റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആപ്പാണ് ഇത് സ്വറെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആപ്പ് ചോദിച്ചാൽ ഏതാ? സ്വറെയിലാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISROയുടെ മുൻ ചെയർമാനായിട്ടുള്ള ഡോക്ടർ സോമനാഥിന് ലഭിച്ചു. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ആർക്കാം? ഡോക്ടർ സോമനാഥിന്. ഇനി അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആർക്കാ? ഇന്ത്യക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആർക്കാ? ഇന്ത്യക്ക് ലഭിച്ചു. ഇതിൽ അംഗമായ മലയാളിയാണ് ആര്? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ജോഷിത എന്ന് പറയുന്നത്. അപ്പോൾ ലോകകപ്പ് ക്രിക്കറ്റ് നേടുന്ന ആദ്യത്തെ മലയാളി വനിതയായിട്ട് ആരും മാറി? ജോഷിതയും മാറി. ഇനി അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി പാരീസിൽ നടന്നു. അടുത്ത AI ഉച്ചകോടിക്ക് ഇന്ത്യ വേദിയാകും. അപ്പോൾ 2025 നിർമ്മിത ബുദ്ധി ഉച്ചകോടി അല്ലെങ്കിൽ AI ഉച്ചകോടി നടന്നത് എവിടെയാ? പാരീസിലാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്നത് എവിടെയാ? ഇന്ത്യയിലാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗാന്ധി പുരസ്കാരത്തിന് പ്രശസ്ത കഥക് കലാകാരനായിട്ടുള്ള പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി അർഹനായിട്ടോ. ആരാ? രാജേന്ദ്ര ഗംഗാനി അല്ലെ? പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. അവരുടെ ഐറ്റം ഏതാ? കഥക് കേട്ടോ, കഥക്. അപ്പൊ നൃത്തരംഗത്ത് സമഗ്ര സംഭാവനക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ഇത്, നിശാഗാന്ധി പുരസ്കാരം. അർഹനായത് ആരാ? കഥക് കലാകാരനായിട്ടുള്ള പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. 1,50,000 രൂപയാണ് പുരസ്കാരം. ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിലെത്തുന്ന ആദ്യത്തെ കളിക്കാരനായിട്ട് ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രീറ്റ്സ്കെ. ഈ സ്വാതി അയ്യപ്പ പണിക്കർ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായിട്ടുള്ള K ജയകുമാറിന് ലഭിച്ചു. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ. മധ്യപ്രദേശിലെ രേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നു. ഇത് സംഭവം പഠിക്കണം. മധ്യപ്രദേശിലെ രേവയിലാണ് ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം അല്ലെ, വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം എവിടെയാണ് വരുന്നത്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ രേവയില്. ഇനി കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പേര് ഇനി മുതൽ വിജയ് ദുർഗ് എന്നാക്കി മാറ്റി. ഇതുവരെ ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടത്? ഫോർട്ട് വില്യം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. ഇനി മുതൽ ഏത് പേരിൽ അറിയപ്പെടും? വിജയ് ദുർഗ് എന്ന പേരിലായിരിക്കും ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട്
കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓവർസീസ് മൊബിലിറ്റി വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം ചോദിച്ചാൽ ഏതാ? ഓവർസീസ് മൊബിലിറ്റി എന്നാണ്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് അല്ലെങ്കിൽ ഇബ്ക എന്ന് പറയുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടന ചോദിച്ചാൽ ഏതാ? ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ആണ് ഇബ്ക എന്ന് പറയും. ഇബ്ക. ഇനി 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി കേരളത്തിന് 14ാം സ്ഥാനം ഉത്തരാഖണ്ഡ് ആയിരുന്നു വേദി. 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായതാര സർവീസസ് ആണ്. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ ഏതാ? 14 ഇനി തദ്ദേശ പുരസ്കാരങ്ങൾ 2025 പ്രഖ്യാപിച്ച തദ്ദേശ പുരസ്കാരങ്ങളാണ്. അതായത് 2024 പ്രഖ്യാപിക്കുക, 2025 അല്ലേ. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് 2024 ആ വർഷത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാ? കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ഏതാ? കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. മികച്ച ബ്ലോക്ക് ആണെങ്കിൽ പെരുമ്പടപ്പ്, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ എവിടെയാ? കോട്ടയം ജില്ലയിലാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാ? കൊല്ലം ജില്ലാ പഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് ആണെങ്കിൽ ഏതാ? പെരുമ്പടപ്പ് എവിടെയാ? മലപ്പുറം ജില്ലയിലാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് എവിടെയാ? മലപ്പുറം ജില്ലയിലാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഏതാ? വെളിയന്നൂർ എവിടെയാ? കോട്ടയത്താണ്. മികച്ച കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ. മികച്ച നഗരസഭയാണെങ്കിൽ ഏതാ? ഗുരുവായൂരാണ്. ഇനി കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രന് ലഭിച്ചു. കലാനിധി അക്ഷരരത്ന പുരസ്കാരം ആർക്ക? PV ചന്ദ്രന്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് പങ്കജ് അദ്വാനിക്ക്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത് ആർക്ക? പങ്കജ് അദ്വാനിക്കാണ്. ഇനി പൂർണ്ണ പുരസ്കാരം KS ചിത്രക്ക് ലഭിച്ചു. ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം ജില്ലാ കളക്ടർ അനുകുമാരിക്ക്. ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യ നിരൂപകനായിട്ടുള്ള KP ശങ്കരൻ. ഇത് പഠിച്ചു നോക്കണേ. ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാ ലഭിച്ചത്? KP ശങ്കരനാണ്. ഇനി ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് അന്തരിച്ചു. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവില് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ ആരാ? ഗ്യാനേഷ് കുമാറാണ്. ഇനി IVF-ലൂടെ ലോകത്തിൽ ആദ്യമായിട്ട് കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച് ഓസ്ട്രേലിയ. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായിട്ട് കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ചോദിക്കാം ഏതാ? ഓസ്ട്രേലിയ. ഏതാ? ഓസ്ട്രേലിയ ആണ്. ഇനി മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി ലഭിച്ചത് ആർക്കാ? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് ഉണ്ടോ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് ചോദിക്കാം ഏതാ? പുല്ലാമ്പാറ ഗ്രാമപഞ്ചായത്താണ്. ഇനി കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 96ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ചോദിച്ചാൽ ആർക്കാ? ഡെൻമാർക്കിനാണ്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാ? 96. ഒന്നാമത് ആരാ? ഡെൻമാർക്കാണ്. ഇനി ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി എവിടെയാ? കൊച്ചിയിൽ നടന്നു. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി എവിടെയാ? കൊച്ചിയിൽ നടന്നു. ഇനി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗ്യാനറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. ചോദിച്ചാൽ ഏതാ? ഗ്യാനറ്റ്സ് ആണ്. ഇവർക്ക് ഏതാ? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഉദ്യോഗസ്ഥരാട്ടോ. ഫയർ ആൻഡ് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ്. ഇനി ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കിയിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് തികക്കുന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാര? കോഹ്ലിയാണ്. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്ന വ്യക്തി ഇന്ത്യക്കാരൻ ചോദിച്ചാലും ആരാ? കോഹ്ലിയാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. ഏതാ? സമുദ്രയാൻ. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ചോദിച്ചാൽ ഏതാ? സമുദ്രയാനാണ്. ഇനി രാമചന്ദ്രൻ പുരസ്കാരം ഷബാന ആസ്മിക്ക്.
ഈ ബാർട്ട് ഡേ വോവർ ബെൽജിയം പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. രേഖ ഗുപ്ത 9ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതാര രേഖ ഗുപ്തയാണ്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് അവർ. അപ്പോൾ നിലവിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? രേഖ ഗുപ്തയാണ്. 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. 9ാമത്തെ മുഖ്യമന്ത്രി കൂടിയാണ് ആര്? രേഖ ഗുപ്ത. ഇനി 97ാമത് ഓസ്കാർ അവാർഡ്. എല്ലാം പഠിക്കേണ്ടതൊന്നുമില്ല, കുറച്ച് മാത്രം പഠിച്ചാൽ മതി. മികച്ച ചിത്രം പഠിക്കണം. ഏതാ? അനോറ കേട്ടോ. മികച്ച ചിത്രം അനോറയാണ്. സംവിധായകൻ ഷോൺ ബെയ്ക്കർ. 97ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ്. മികച്ച സംവിധായകൻ ചോദിച്ചാൽ ആരാ? ഷോൺ ബെയ്ക്കർ കേട്ടോ. ഏതാ? ഷോൺ ബെയ്ക്കർ ആണ്. മികച്ച നടൻ ആഡ്രിയൻ ബ്രോഡിയാണ്. മികച്ച നടിയാണെങ്കിൽ ആരാ? മൈക്കി മാഡിസൺ കേട്ടോ. ആരാ? മൈക്കി മാഡിസൺ ആണ്. വേറെന്താ ഇതിൽ പഠിക്കേണ്ടത്? ചിത്രം അനോറ, സംവിധായകൻ ഷോൺ ബെയ്ക്കർ, മികച്ച നടൻ ആഡ്രിയൻ ബ്രോഡി, മികച്ച നടിയാണെങ്കിൽ മൈക്കി മാഡിസൺ. ഇത് മാത്രം പഠിച്ചാൽ മതിയോ ഇതിനകത്ത്? ഇത് എന്തായാലും പഠിച്ചു വെച്ചോ. സംവിധായകൻ, അതുപോലെ മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച നടി കേട്ടോ.